ഹലോ ഗൈസ്, ഏഴാം ക്ലാസ്സിലെ ഒരു മലയാള ഉപന്യാസത്തെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. വിദ്യാഭ്യാസത്തിലെ ദൃശ്യമാധ്യമങ്ങൾക്കുള്ള സ്ഥാനം. ഇന്നത്തെ ലോകത്ത് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് അവരുടെ വിദ്യാഭ്യാസത്തിൽ, മാധ്യമങ്ങൾ ഒരു വലിയ പങ്ക് വഹിക്കുന്നു. ടെലിവിഷൻ, പത്രങ്ങൾ, റേഡിയോ മുതൽ സാമൂഹിക മാധ്യമങ്ങൾ, വെബ്സൈറ്റുകൾ, ആപ്ലിക്കേഷനുകൾ തുടങ്ങിയ ഡിജിറ്റൽ മീഡിയ വരെ മാധ്യമങ്ങളിൽ ഉൾപ്പെടുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മാധ്യമങ്ങൾ സഹായിക്കുമെങ്കിലും ഇത് ചില പ്രതികൂല ഫലങ്ങളും ഉണ്ടാക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കേണ്ടത് പ്രധാനമാണ്. അത് അവരെ പഠനത്തിൽ വളരാൻ സഹായിക്കുന്നു. മാധ്യമങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച കാര്യങ്ങളിൽ ഒന്ന് വിദ്യാർത്ഥികൾക്ക് ധാരാളം അറിവ് ലഭിക്കുന്നു എന്നതാണ്. വീഡിയോകൾ മുതൽ ലേഖനങ്ങൾ വരെ വിദ്യാർത്ഥികൾക്ക് ഇന്റർനെറ്റിലെ എന്തും പഠിക്കാൻ കഴിയും. പഠനം എളുപ്പവും രസകരവുമാക്കുന്ന നിരവധി വിദ്യാഭ്യാസ വെബ്സൈറ്റുകളും ആപ്ലിക്കേഷനുകളും ഉണ്ട്. ഉദാഹരണത്തിന് യൂട്യൂബ് പോലുള്ള വെബ്സൈറ്റുകളിൽ വ്യത്യസ്ത വിഷയങ്ങൾ മനസ്സിലാക്കാൻ ലളിതമായ രീതിയിൽ വിശദീകരിക്കുന്ന വിദ്യാഭ്യാസ വീഡിയോകൾ ഉണ്ട്. സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വീഡിയോകൾ കാണാനോ മനുഷ്യ ശരീരം 3Dയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണാൻ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാനോ കഴിയും. പാഠപുസ്തകത്തിൽ നിന്നും വായിക്കുന്നതിനേക്കാൾ നന്നായി വിഷയങ്ങൾ മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള പഠനം വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. വിദ്യാർത്ഥികളെ അവരുടെ ക്ലാസ് മുറികൾക്കപ്പുറത്തുള്ള ലോകത്തെക്കുറിച്ച് അറിയാൻ മാധ്യമങ്ങൾ സഹായിക്കുന്നു. അവർക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വാർത്തകൾ കാണാനും വ്യത്യസ്ത സംസ്കാരങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററികൾ കാണാനും സാമൂഹിക മാധ്യമങ്ങൾ വഴി ലോകമെമ്പാടുമുള്ള ആളുകളെ പിന്തുടരാനും കഴിയും. ആഗോളതലത്തിൽ സംഭവിക്കുന്ന വ്യത്യസ്ത സംസ്കാരങ്ങളെയും പ്രശ്നങ്ങളെയും കുറിച്ച് കൂടുതൽ തുറന്ന മനസ്സുള്ളവരും ബോധവാന്മാരുമാകാൻ ഇത് വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. ലോകത്തെ മനസ്സിലാക്കാനും മറ്റുള്ളവരുമായി ബന്ധപ്പെടാനുമുള്ള മികച്ച മാർഗമാണിത്. ഗൂഗിൾ ക്ലാസ് റൂം തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും വിദ്യാർത്ഥികളെ ചോദ്യങ്ങൾ ചോദിക്കാനും വിഭവങ്ങൾ പങ്കിടാനും പരസ്പരം സഹായിക്കാനും അനുവദിക്കുന്നു. ഇത് പഠനം കൂടുതൽ രസകരവുമാക്കുകയും വ്യത്യസ്ത സ്കൂളുകളിലോ രാജ്യങ്ങളിലോ ആണെങ്കിൽ പോലും വിദ്യാർത്ഥികൾക്ക് മറ്റുള്ളവരുമായി സഹകരിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യുന്നു. മാധ്യമങ്ങൾ പഠനത്തിന് ഉപയോഗപ്രദമായ ഉപകരണമാണെങ്കിലും അത് വിദ്യാർത്ഥികളെ അവരുടെ പഠനത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാനും കഴിയും. സോഷ്യൽ മീഡിയ, വീഡിയോ ഗെയിമുകൾ, വിനോദ വെബ്സൈറ്റുകൾ എന്നിവ ധാരാളം സമയമെടുക്കുകയും വിദ്യാർത്ഥികളെ അവരുടെ ഗൃഹപാഠത്തെക്കുറിച്ച് മറക്കാൻ പ്രേരിപ്പിക്കുകയും പഠനത്തിൽ അവരെ പിന്നോട്ടാക്കുകയും ചെയ്യും. സോഷ്യൽ മാധ്യമങ്ങൾ പലപ്പോഴും വേഗത്തിലും രസകരവുമായ ഹ്രസ്വ വീഡിയോകളോ പോസ്റ്റുകളോ കാണിക്കുന്നു. ഇത്തരത്തിലുള്ള വേഗതയേറിയ ഉള്ളടക്കം വിദ്യാർത്ഥികൾക്ക് ഒരു പുസ്തകം വായിക്കുകയോ ഒരു വലിയ പ്രൊജക്റ്റ് ചെയ്യുകയോ പോലുള്ള ദൈർഘ്യമേറിയ ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. ഇന്റർനെറ്റിലെ എല്ലാ വിവരങ്ങളും ശരിയല്ല. ചിലപ്പോൾ മാധ്യമങ്ങൾ തെറ്റായ വിവരങ്ങളോ വ്യാജ വാർത്തകളോ പ്രചരിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് അവരുടെ വിവരങ്ങൾ എവിടെ നിന്ന് ലഭിക്കുന്നു എന്നതിനെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കേണ്ടത് പ്രധാനമാണ്. മാത്രമല്ല, ഇത് വിശ്വസനീയമായ ഉറവിടത്തിൽ നിന്നാണോ എന്ന് എല്ലായ്പ്പോഴും പരിശോധിക്കുകയും വേണം. കൃത്യമായ വിവരങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്ന് പഠിക്കുന്നത് വിദ്യാർത്ഥികൾ വികസിപ്പിക്കേണ്ട ഒരു പ്രധാന കഴിവാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തെയും ബാധിക്കും. സോഷ്യൽ മാധ്യമങ്ങൾക്ക് പലപ്പോഴും ആളുകളെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങൾ മാത്രമേ കാണിക്കാൻ കഴിയൂ. ഇത് മറ്റുള്ളവർക്ക് തങ്ങൾ മോശക്കാരാണെന്ന് തോന്നൽ ഉണ്ടാക്കാം. ഇത് സമ്മർദ്ദത്തിലേക്ക് സങ്കടത്തിലേക്ക് നയിച്ചേക്കാം. വിദ്യാർത്ഥികൾ സ്ക്രീനുകൾക്ക് മുന്നിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയാണെങ്കിൽ അവർക്ക് സജീവമായിരിക്കാൻ മതിയായ സമയം ലഭിച്ചേക്കില്ല. കൂടുതൽ നേരം ഇരിക്കുന്നത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കുകയും കണ്ണിന് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തലവേദന പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഇടവേളകൾ എടുത്ത് കളിക്കാനോ വ്യായാമം ചെയ്യാനോ പുറത്തിറങ്ങേണ്ടത് പ്രധാനമാണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും സ്കൂളിൽ നന്നായി പ്രവർത്തിക്കുന്നതിനും ശാരീരിക പ്രവർത്തനങ്ങളും പ്രധാനമാണ്. മാധ്യമങ്ങളുടെ നല്ലതും ചീത്തതുമായ സ്വാധീനം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കാനും ലോകത്തെക്കുറിച്ച് അറിയാനും മറ്റുള്ളവരുമായി ബന്ധപ്പെടുവാനും ഇത് വിദ്യാർത്ഥികളെ സഹായിക്കും.
എന്നിരുന്നാലും തെറ്റായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുകയും കാരണമാകുന്നു. പഠനം, വ്യായാമം, കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒപ്പം സമയം ചെലവഴിക്കുക തുടങ്ങിയ മറ്റ് പ്രവർത്തനങ്ങളുമായി ഓൺലൈനിൽ അവരുടെ സമയം സന്തുലിതമാക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾ മാധ്യമങ്ങളെ വിവേകപൂർവ്വം ഉപയോഗിക്കേണ്ടത് പ്രധാനമാണ്. ശരിയായി ഉപയോഗിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ പിന്തുണയ്ക്കുന്നതിനും അവരെ വളരാൻ സഹായിക്കുന്നതിനും മാധ്യമങ്ങൾ ഒരു ശക്തമായ ഉപകരണമാകും. നന്ദി.